ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം അന്വേഷിക്കണമെന്ന് പറഞ്ഞ ആ അഡ്രസ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? എന്നാ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. കമല, നീയും കൂടെ വാ. അല്ല, ഇതെങ്ങോട്ടാ? എന്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ ആശാൻ എവിടേക്കാ പോയെന്ന് ഇപ്പൊ അറിയാൻ പറ്റും. ബുക്കൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. പെട്ടെന്ന് കുളിച്ച് നല്ല കുട്ടിയായിട്ട് സ്കൂളിലേക്ക് പോവാൻ നോക്ക്. ചേച്ചിയമ്മ കൊണ്ടുവരോ? ഉറപ്പാണല്ലോ? എന്റെ മോളോട് ഞാൻ കള്ളം പറയോ? ഇന്ന് സത്യ ചേച്ചിയമ്മ ആക്കാൻ വരുന്ന ബുക്ക് ഞാൻ കൊണ്ടുവരും. പോരെ? ചേച്ചിയമ്മ ബുക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു. എന്നാ പിന്നെ വാ, വേഗം ഉടുപ്പൊക്കെ മാറ്റി റെഡിയാവാം. വാ. അവനെ ഫോണിൽ കിട്ടിയായിരുന്നോ? ഇല്ല അച്ഛാ. ചില സമയത്ത് കോള് പോവും, ചില സമയത്ത് സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. അവനെന്തോ കുഴപ്പത്തിൽ ചാടിയിരിക്കാന്നോ തോന്നുന്നേ. എവിടെയോ എന്തോ ചതി നടന്നിട്ടുണ്ട്. ഇല്ലെങ്കി ആ കാശും കൊണ്ട് അവൻ അങ്ങനെ പോവില്ല. നിനക്ക് എന്തറിയാം ഭാമേ? അവൻ ആരെ സഹായിക്കാൻ വേണ്ടി പോയേക്കുവാ. സഹായിക്കാനോ? ഒരുപാട് പേർക്ക് ആശ്രയായ അമ്മയുടെ മോനാവൻ. ഒരസുഖം ഇല്ലാതെ മാറാവ്യാധിയാണെന്നും പറഞ്ഞു വന്ന് നിന്ന് കരയുന്നവർക്കേ കൈയയച്ച് സഹായിച്ച ചരിത്രമല്ലേ നിനക്കുള്ളൂ. ആ പാരമ്പര്യെ അവനിൽ കാണാതിരിക്കുവോ? അതുകൊണ്ടേ എന്താ സംഭവിച്ചെന്ന് ആദ്യം അറിയട്ടെ, എന്നിട്ട് അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കാം. ചുമ്മാ പാടോ. മോളെ, നീ ഒന്നുകൂടി അവനെന്ന് വിളിച്ചു നോക്കിയേ. വാ. ദാ. ആ സത്യേ, വേണ്ട, വിളിക്കണ്ട. അവള് പോട്ടെ. അമ്മേ അത് സത്യാ. അതുകൊണ്ട് തന്നെയാ പോട്ടെ എന്ന് പറഞ്ഞത്. അവളുടെ കൂടെ പോണ്ട, അപ്പി ഒറ്റയ്ക്ക് പോയാ മതി. അതുമാത്രമല്ല, സത്യയോട് ഇനി അങ്ങനെ ഇങ്ങനെ കൂട്ടൊന്നും വേണ്ട. കൂട്ട് വേണ്ടെന്നോ? എനിക്കിവിടെ ആകെയുള്ളൊരു കൂട്ട് സത്യാ. ആ കൂട്ടിനി വേണ്ടെന്നാ പറഞ്ഞേ. നമ്മളെ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ നമ്മൾ എന്തിനാ കൂട്ടുകൂടുന്നേ? അതുകൊണ്ടോ മോളോട് പറഞ്ഞേ. ദേ, എന്റെ മോൾക്ക് ഇവിടെ ഒരാളുടെയും കൂട്ട് വേണ്ട. അമ്മ എന്താ ഇതൊക്കെ ഈ പറയുന്നേ? അമ്മ പറയുന്ന പോലെ സത്യ എന്നോട് മിണ്ടാതെ തന്നെ ഇരിക്കില്ല. ക്ലാസ്സിൽ ഞങ്ങൾ അടുത്തടുത്തായിരിക്കുന്നേ. ഇനി അങ്ങനെ ഇരുത്തണ്ടെന്ന് ഞാൻ ടീച്ചറോട് വിളിച്ചു പറഞ്ഞോളാം, കേട്ടോ? അതെന്തിനാ? പപ്പി, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? തക്കതായ കാര്യമില്ലാതെ ഞാൻ അങ്ങനെ പറയുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മ, ഇവിടെ ഞാനും സത്യ ഒരുമിച്ച് ഒരേ ബെഞ്ചിലായിരിക്കുന്നേ. പഠിക്കുന്നതും കണക്ക് ചെയ്യുന്നതും എഴുതുന്നതും ഒക്കെ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയാ. അങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് പഠിക്കാനാണെങ്കിലേ പിന്നെന്തിനാ സ്കൂളിലോട്ട് വരുന്നേ? വീട്ടിലിരുന്ന് പഠിച്ചാ പോരായിരുന്നോ? ദേ, അമ്മ പറയുന്ന കേക്കാൻ പറ്റുമോ? ഇന്നു മുതൽ സത്യമായിട്ട് ഒരു കൂട്ടും വേണ്ട. നോക്ക്, അവൾക്ക് അവളുടെ വഴി, നിനക്ക് നിന്റെ വഴി. കേട്ടല്ലോ? പിന്നെ സത്യയുടെ കൂടെ കൂട്ടെങ്ങാനും കൂടിയെന്ന് ഞാൻ അറിഞ്ഞാ നല്ല ചുട്ട അടി വെച്ച് തരും. പറഞ്ഞത് കേട്ടല്ലോ? മനസ്സിലായോ? മനസ്സിലായി. പൊയ്ക്കോ. ഹായ് പപ്പി, എന്താ വൈകിയേ? ക്ലാസ്സിൽ കാണാണ്ട് ഞാൻ തിരക്കി വരുമായിരുന്നു. അമ്മ വലിയ ദേഷ്യത്തിലാ സത്യേ. സത്യയോട് മിണ്ടരുതെന്നും കൂടെ കളിക്കരുതെന്നും ഒക്കെ അമ്മ പറഞ്ഞിട്ടാ പോയിരിക്കുന്നെ. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറയാം. അച്ഛനൊരു വഴി കാണാതിരിക്കില്ല. വിഷ്ണു അച്ഛൻ ഇത് എവിടെ പോയതാ? അറിയില്ല, എന്തായാലും വരട്ടെ.
അച്ഛൻ വന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം. അച്ഛനെ കൊണ്ട് ഇതൊക്കെ തീർക്കാൻ പറ്റൂ. എന്നാ വാ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അമ്മ ക്ലാസ്സിലേക്ക് എങ്ങാനും തിരക്കി വരികയാണെങ്കിൽ നമുക്ക് മാറി ഇരുന്നാ മതി. വാ പോവാ. എന്തായി പോയ കാര്യം? ഞങ്ങളുടെ ഒരു കമ്പനിക്കാരൻ തന്നെയാ ഇപ്പോ വണ്ടനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാ. അവിടെ പോകണമെന്നും അവനെ കാണണമെന്നും കുറച്ച് പണം കൊടുത്ത് സഹായിക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനവിടെ തിരക്കി, പക്ഷെ അവിടെ ചെന്നിട്ടില്ല. ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലോ മാറി നിൽക്കണമെങ്കിലോ എന്നോട് പറയാറുള്ളതാ. പിന്നെ ഇത് മാത്രം എന്നോട് എന്തിനാ മറച്ചു വെച്ചെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എനിക്കറിയാവുന്ന പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലവും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ തിരക്കി, പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ആ സത്യമ്മയുടെ റിലേഷനിൽപ്പെട്ട ആരുടെങ്കിലും വീട്ടിൽ പോകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അത് നമ്മൾ നോക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ എന്തിനാ പറയാതെ പോന്ന്? പറഞ്ഞിട്ട് പോവാലോ. ഈ ഒരു ഒളിച്ചുകളി നടത്തുന്നത് എന്തിനാ? ഇന്ന് വരെ ഇതുപോലെ വിഷ്ണുവേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതെ, ഇന്നലെ വല്ല വഴക്ക് വല്ലതും ഉണ്ടായോ? ആശന് സങ്കടം ഉണ്ടാകുന്ന വല്ല സംഭവം? ഏയ്, അങ്ങനെ നീ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിക്കുക. ഇല്ലെങ്കിൽ ആ കടപ്പുറത്ത് പോയി തിരമാലി നോക്കിയിരിക്കും. ഇത് മറ്റെന്തോ ആണ്. ആശൻ എവിടെയോ ലോക്കായിരിക്കണം. അതാ ഫോൺ പോലും എടുക്കാത്തെ. മാഡം, മാഡം അന്വേഷിക്കണമെന്ന് പറഞ്ഞ ആ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? എന്നാ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. കമല, നീയും കൂടെ വാ. അല്ല, ഇതെങ്ങോട്ടാ? എന്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ ആശാൻ എവിടേക്കാ പോയെന്ന് ഇപ്പൊ അറിയാൻ പറ്റും. വാ. ഇപ്പൊ ബുദ്ധിമുട്ടുള്ളൂ തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, പക്ഷേ ഇനി ഡോക്ടർ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാ ചിലപ്പോ ബുദ്ധിമുട്ട് വന്നേക്കാം. എനിക്കല്ല, എന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക്. കാരണം അതങ്ങനെയാണ് ഡോക്ടറെ. സൂര്യന്റെ എന്നേക്കുമായിട്ടുള്ള അസ്തമനം ആരും ആഗ്രഹിക്കില്ലല്ലോ. ഏയ്, അത്രയ്ക്കൊന്നുമില്ല. പേടിക്കേണ്ടതായ കാര്യവുമില്ല. ഒരു ചെറിയ പ്രോബ്ലം, പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മേജർ ആവും.